6 ദിവസം നിരാഹാരം കിടന്നവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് രാവിലെ മുതൽ പുതിയ സംഘം നിരാഹാര സമരം ആരംഭിച്ചു. താമരശ്ശേരി രൂപത അംഗം ജിൽസൺ തയ്യിലിന്റെ നേതൃത്വത്തിലാണ് നിരാഹാര സമരം. മാനന്തവാടി ബിഷപ്പ് മാർ ജോസഫ് പെരുന്നേടം നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ പാർട്ടികളും ഒരുപോലെ കുറ്റക്കാരാണ്. കാരണം ഇതൊരു 10-12 കൊല്ലമായി പ്രക്രിയ തുടങ്ങിയിട്ട്, ഇന്നലെ തുടങ്ങിയതല്ല. കേന്ദ്രത്തില് വലത്തും ഇടത്തുമൊക്കെ ഒന്നിച്ച് ഭരിച്ചിരുന്ന, കഴുത്തെ തോളെ കൈയിട്ട് ഭരിച്ചിരുന്ന കാലത്താണ് തുടങ്ങിയത്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഇത് നടന്നിരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു പാർട്ടിക്കും കൈ കഴുകാൻ പറ്റില്ല. ആരും കൊണ്ടുവരാൻ സമയം വേണ്ട. എല്ലാവരും തെറ്റുകാരാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപ്പന്തലിലെത്തി. മനുഷ്യത്വ രഹിതമായ എന്ന് തന്നെ പറയാം, അത്രയും മോശമായ ഒരു തീരുമാനമാണ് ഇത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും. സമരപ്പന്തലിലേക്ക് അഭിവാദ്യമർപ്പിച്ച് ഇന്നും നിരവധി പേരെത്തി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ തീരുമാനം.